ആദ്യം തന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ. കാരണം കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ 2 വില്ലേജർമാരെ കൊണ്ടുവന്നായിരുന്നല്ലോ. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ആക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഇതാണ്ട് ഈ കാണുന്ന നിൽക്കി ഇതൊക്കെ ഒന്ന് വലിച്ചൂരിക്കെട്ടി കാണിച്ചു തരാം. സോ നമ്മുടെ സ്കിന്ന് താണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്കിന്ന് പറയുന്നത്. ഇനി തുടങ്ങിയിട്ടുള്ള നമ്മുടെ റെഗുലർ നമ്മുടെ പോപ്പുലർ സ്കിന്നായിരിക്കും ഈ സ്കിന്നെന്ന് പറയുന്നത്. ആൻഡ് വീഡിയോയുടെ തമ്മിലും ഞാൻ ഈ സ്കിൻ തന്നെ ആയിരിക്കും കൊടുത്ത് കാണുക. ബട്ട് സ്റ്റിൽ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ കളിച്ചതന്നെ വേറെ സ്കിന്നായിട്ട്, പക്ഷെ ഞാൻ തമ്മിലിൽ ഇട്ടതിന് വേറെ സ്കിന്ന്, തമ്മിലിട്ട സ്കിന്നാണ് ഇത്. ബട്ട് സ്റ്റിൽ എന്തായാലും ഞാൻ ഇനി തുടങ്ങി എൻ്റെ പോപ്പുലർ സ്കില്ല് ഇത് തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഞാൻ ഉണ്ടാക്കിയ വില്ലേജർ ബ്രീഡറിനെ പോയിട്ട് കാണാം. സോ നമ്മൾ എന്തായാലും ഇവിടെ ആയിരുന്നു നമ്മളെ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ആയിരുന്നു വില്ലേജേഴ്സിനെ കൊണ്ടിട്ടത്. സോ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ ഇവിടെ ആയിരുന്നു നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടിട്ടത്. ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഒരു വില്ലേജർ ബ്രീഡർ ആദ്യം തന്നെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഷുഗർ കെയിൻ ഇവിടെ കൊണ്ട് ഒരു ഇച്ചിരി വളരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ നമ്മുടെ ഷുഗർ കെയിനും വളർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു മനോഹരമായി. നമ്മുടെ പൊട്ടാറ്റോ ഫോം ഇവിടെ ഉണ്ട്. പൂച്ചൊക്കെ സ്പോണ യെസ്. എന്താണ് നമ്മുടെ വീറ്റ് ഫാം ഇവിടെ ഉണ്ട്. എന്നിട്ടും വീട്ടിലൊക്കെ ഫുള്ളും വളർന്നില്ല. ഇവിടെ പക്ക ഇതാണെന്ന് തോന്നുന്നു. നോക്കിയേ. അയ്യോ, അതെന്തോ ഉരുട്ട് കുഞ്ഞ സോംബി അതെവിടുന്ന് വന്നു ഈസ്? എൻ്റെ പൊന്നെ, ഞാനൊന്ന് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഞാൻ എവിടുന്നോ എൻ്റെ സ്ഥലത്ത് വന്നിട്ട് നീ എങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടാക്കണ്ടേ പൂച്ച സാർ? അതാട്ടെ നമ്മുടെ പൂച്ച സാർ. എൻ്റെ പൊന്നെ, കറുത്ത പൂച്ച സീൻ പൂച്ച മച്ചാനെ നിന്നെ. ഇത് വില്ലേജർ അല്ലേടാ? ഇത് വില്ലേജർ ആയിക്കോട്ടെ, ഇത് പരട്ട പട്ടി ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം വില്ലേജർ ബ്രീഡാക്കി നമുക്ക് വില്ലേജർസ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ റൂമിൽ ഓ മൈ ഗോഡ് ഓൻ്റെ പൊന്നേസ് സീൻ സീനായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചാർക്കോൾ ഉണ്ടോയെന്ന് നോക്കട്ടെ. 12 ടോർച്ച് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്നെ, അവിടെ ഞാൻ ടോർച്ചൊക്കെ മറന്നുപോയായിരുന്നു യേസ്. ശരാ, ഇപ്പം വില്ലേജേഴ്സ് എല്ലാം വലുതായി യേസ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇവന്മാർ ഇവിടെ നായിൻ്റെ മക്കള് ലെറ്റ്സ് ഗോ. ഗ്രീൻ കോട്ടൊക്കെ നിപ്പുണ്ടല്ലോ ദൈവമേ. ഇവിടെ ഞാൻ എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ടോർച്ചസ് വെക്കുന്നുണ്ട്. ഇത്രയും ടോർച്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോടെ? ഇല്ല, ചുമ്മാ സാരില്ല, ഇരിക്കട്ടെ. പൊട്ടന്മാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ടോർച്ച് ഉണ്ടാക്കി വെക്കണം. ശല്യങ്ങൾ. ബട്ട് സ്റ്റിൽ നല്ല വർക്കിംഗ് തന്നെയാണ് കേസ്. ഇപ്പം തന്നെ ഇത്ര പേരുണ്ട്. അതിനിടയ്ക്ക് ആ ഗ്രീൻ കോട്ടൊക്കെ വന്ന് വെട്ടി കേസ്. അതാണ് ഒരിച്ചിരി സീൻ. ആദ്യം തന്നെ ഒരു വില്ലേജർ ബ്രീഡർ ആക്കി. ഇനി നിങ്ങളുടെ അടുത്ത് എനിക്കൊരു യമാണ്ടൻ സാധനം കാണിക്കണം കേസ്. അത് അത്രയും വലിയ സ്പെഷ്യലാണെന്ന് വെച്ചാൽ അത്രയും വലിയ സ്പെഷ്യലൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഓഫ് ക്യാമറയിൽ ഞാനിരുന്ന് ഒരിച്ചിരി ഗെയിമിൽ ഗ്രൈൻഡ് പണി ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ട കാഴ്ചയായിരുന്നു സുഹൃത്തുക്കളെ. സോ അതെന്തായാലും ഞാൻ എന്തായാലും കാണിച്ചു തരാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ഇരിക്കുന്ന സാധനം കണ്ട, അതാണ്ട് അവിടെ ഒരു പില്ലർ ഇരിക്കുന്ന സാധനം കണ്ട, ആ പില്ലറിൽ ഞാൻ തന്നെ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഗെയിമിൽ ഒരിച്ചിരി ഗ്രൈൻഡ് വർക്കായിരുന്നു. ഗ്രൈൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല, പിന്നെ ഒരു സാധനം കാണിക്കാനുണ്ട്. ഇപ്പോഴാണ് ഓരോന്നായിട്ട് ഓർമ്മ വരുന്നത്. ഗ്രൈൻഡ് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടുക്കത്തെ ഗ്രൈൻഡ് പണിയായിരുന്നു. കാരണം ഞാൻ വീഡിയോയിൽ പറയാണ്ട് തന്നെ ഗ്രൈൻഡ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് നമ്മൾ സ്റ്റെപ്പ് മൈനിങ് ചെയ്യാനായിട്ട് മൈനിങ് റൂമും, അതായത് നമ്മൾ മൈനിങ് റൂമും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് മൊത്തം സെറ്റാക്കി. അതായത് മൊത്തം സെറ്റാക്കി എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ വൈ ലെവൽ 59 വരെ ഞാൻ കുഴിച്ച് സെറ്റാക്കി. അതാണ്ട് ഇവിടെ നമ്മുടെ അതായത് നമ്മുടെ ആ ഒരു സ്ലൈം സ്പോണായിരുന്നു. അപ്പം ഇത് സ്ലൈം ചങ്ക് ആയിരുന്നു, എനിക്ക് മനസ്സിലായി. അതൊന്ന് എനിക്കൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്നേ മേലെ വരെ പില്ലർ ചെയ്തുകൊണ്ട് പോയി. അതായത് ആകാശം കാണുന്നതോടെ വരെ അത് സ്ലൈമിൻ്റെ ചങ്കാന്ന് പറഞ്ഞ് എന്നെ പില്ലർ ചെയ്തുകൊണ്ട് പോയി. പില്ലർ ചെയ്തുകൊണ്ട് പോയി. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ബട്ട് സ്റ്റിൽ ഞാനിത് പെട്ടെന്നൊന്ന് താഴോട്ട് പോയിട്ട് ഇനിയും. സോ ആൻഡ് ഇവിടുന്ന് ഒരിച്ചിരി വേരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും ശരിയായില്ലായിരുന്നു. അതുകൊണ്ട് ഒരിച്ചിരി ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും. അത് സാരമില്ല, അത് നമുക്ക് സെറ്റാക്കാം. പിന്നെ ആൻഡ് ഇവിടുന്ന് ഞാൻ താഴെ പെട്ടെന്ന് മൈൻഡ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ എൻ്റെ തല ഒന്ന് ജസ്റ്റ് ഇടിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഞാൻ സെറ്റാക്കിക്കോളാം ഓഫ് ക്യാമറയിലിരുന്ന്. ഞാൻ എൻ്റെ ഓഫ് ക്യാമറ ഗ്രൈൻഡിൽ വെറുതെ ആയില്ല.
ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ട് പോയി, മൈൻഡ് ചെയ്ത് ദാണ്ട് വൈ ലെവൽ 59 വരെ എനിക്ക് എത്തിക്കണമെന്നില്ലായിരുന്നു ഓഫ് ക്യാമറയിൽ. സോ ബട്ട് സ്റ്റിൽ ഞാൻ ചുമ്മാ സിനിമയും കണ്ടുകൊണ്ട് ജസ്റ്റ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈ ലെവൽ 59 വരെ പോയി. അതിൻ്റെ നടുക്കാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കാനല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ വന്നത്. ഞാനിപ്പം ചുമ്മാ ഒന്ന് വൈ ലെവൽ 59 വരെ ഒന്ന് കുഴിച്ച് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ബട്ട് സ്റ്റിൽ ഈ 2 ലൈനുള്ളൂ ഗൈസ്, ഈ 2 ലൈൻ, അതായത് ഈ 2 ബ്ലോക്ക്, ഈ 2 വരി ബ്ലോക്ക്, ഇത് ഭയങ്കര സ്പെഷ്യൽ ബ്ലോക്കായിരുന്നു. കാരണം താണ്ട് ഇവിടെ ഒരു ഇത് ഡയമണ്ട് നമുക്ക് കാണുന്നുണ്ട്. അത് കണ്ട് സന്തോഷിച്ച് പോയപ്പോഴാണ് ദൂണ്ട് ഇവിടെ ഇരിക്കണം, കണ്ടാ നിങ്ങൾ. യെസ്, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു ഡയമണ്ട് ബ്ലോക്ക് ഇരിക്കുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, അതൊക്കെ വീഡിയോയിൽ മൈൻഡ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് ഇവിടെ ഒരു ഡയമണ്ട് ബ്ലോക്ക്. അതും കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ ദാണ്ട് ഗെയിം ഉടുക്കത്തെ ലാഗ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ദാണ്ട് ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഗൈസ്, 2 എണ്ണം ഇരിപ്പുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. 2 ഡയമണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. ടോട്ടൽ 1 2 3 4 ഡയമണ്ട് നമുക്ക് ഇപ്പം തന്നെ ജസ്റ്റ് ഇത് 2 കുഴിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് 4 ഡയമണ്ടാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. സോ ഡയമണ്ടിൻ്റെ ഒരു പിക്കാക്സ് ആക്കിയിട്ട് ഒരു പോർട്ടലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതെല്ലാം നമുക്കത് വരുന്ന വഴിക്ക് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ മെയിൻ ഫുഡിൻ്റെ പ്രശ്നമാണ് ഗൈസ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിപ്പം മെയിനായിട്ട് ഫുഡ് അങ്ങനെ ഇല്ല. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 3 ഫാംസ് ഉണ്ട്. ക്യാരറ്റ് ഫാം ഉണ്ട്, ആൻഡ് പൊട്ടാറ്റോ ഫാം ഉണ്ട്, വീറ്റ് ഫാം ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിനകത്ത് വീറ്റ് ഫാമിന് ഒറ്റ തവണ ഞാൻ ബ്രെഡാക്കി കഴിച്ചിട്ടില്ലേ, അത് വേറെ കാര്യം. പിന്നെ ഒരിച്ചിരി ബ്രെഡ് കിട്ടിയായിരുന്നു, അത് ആ വില്ലേജറിൻ്റെ അടുത്തു നിന്നാണ് ഈസ്. ഓക്കെ, അയ്യോ രാത്രി ആയാലും ദൈവമേ പേടിക്കേണ്ട, എൻ്റെ ഇൻവെൻട്രിയിൽ ഞാൻ അറിയാണ്ട് പോലും ഒരു ബെഡ് ഇരിപ്പുണ്ട്. ലെറ്റ്സ് ഗോ, അതിവിടേക്ക് വെക്കാം. നിങ്ങൾക്കറിയാലേ എൻ്റെ ഇൻവെൻട്രിയിൽ എപ്പോഴും എനിക്കൊരു ബെഡ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ ബെഡ് ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല. ഓക്കെ, അത് എപ്പോഴും എൻ്റെ ഇൻവെൻട്രിയിൽ ഒരു ബെഡ് ഉണ്ടാവും. താണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ അയൺ ഇരിപ്പുണ്ട്. ഇതൊക്കെ മൈൻഡ് ചെയ്യണം. താണ്ട് ഇവിടെ തന്നെ കുറേ അയൺ ഇരിപ്പുണ്ട്. അമ്മീ മഹാമായി. ഓക്കെ, അയണൊക്കെ ഇഷ്ടം പോലെ അയൺ ഇരിപ്പം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് അയൺ ഫാമിൻ്റെ ആവശ്യം ഞാൻ ജസ്റ്റ് അയൺ ഫാം തുടങ്ങണം. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒന്നും ഞാനത് ചെയ്ത് വെച്ചിട്ടില്ല. അയൺ ഫാം വേണം ഗൈസ്. അയൺ ഫാം ഇല്ലെങ്കിൽ നമ്മുടെ ഗെയിം മുന്നോട്ട് പോകത്തില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ടെന്നേ പറയാനുള്ളൂ. കാരണം അയണിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ആ കാര്യം മറന്നുപോയി ഗൈസ്. അതായത് ഇതാണ്ട് ഞാൻ പറഞ്ഞ ആ പില്ലറില്ലേ, ഇതുകൊണ്ട് ആ പില്ലറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പില്ലർ. യെസ് യെസ് യെസ്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു പില്ലർ വരെ ഒന്ന് പോട്ട്. ഞാൻ ആ പില്ലർ വെച്ചോണ്ട് പോയപ്പോഴാണ് മനസ്സിലായത് ആ പില്ലറിൻ്റെ അവിടെ തന്നെ, അതായത് ആ പില്ലറിൻ്റെ ഒരു ഇച്ചിരി 3-4 ബ്ലോക്ക് ഇപ്പുറത്ത് ഒരു വില്ലേജ്, ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. അപ്പം ദാണ്ട് കണ്ട നിങ്ങൾ 2 വില്ലേജ് ദാണ്ട് ഇപ്പം തന്നെ അവിടെ ഒരു വില്ലേജ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടപ്പം 1ാമത്തെ എപ്പിസോഡിൽ കണ്ടുപിടിച്ചത് അവിടെ ഒരു വില്ലേജ്, അവിടെ ഒരെണ്ണമായിട്ടൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ഈ വില്ലേജ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈസ്. ബട്ട് സ്റ്റിൽ ഈ പില്ലർ വെച്ച് മേലോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരെ ചെന്ന് കൊടുത്തത് ഈ വില്ലേജിൻ്റെ മൂട്ടിലേക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇതല്ല, ജസ്റ്റ് പില്ലർ ചെയ്തുകൊണ്ട് പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ദാണ്ട് പില്ലർ തൂണ്ടി ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ദാണ്ട് ഇവിടെ ഇരിക്കണ കണ്ട നമ്മുടെ വില്ലേജ്, 2ാമത്തെ വില്ലേജ്. ഏതാണ്ട് നമ്മുടെ ബേസ് ഐലൻഡിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഈ 2ാമത്തെ വില്ലേജ് ഇരിപ്പുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു വില്ലേജ് പിന്നെ സ്റ്റെപ്പല്ല ഇത് വീടാണ്. ഓക്കെ, ഞാൻ ഈ വില്ലേജ് വന്നിട്ടില്ല. അതാണ്ട് 3 ബ്രെഡ് ഇരിക്കണ ഞാൻ കണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വന്നില്ല. കാരണം ഞാൻ വന്നില്ല. അത് വീഡിയോയിൽ വന്നെല്ലാം ലൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ജസ്റ്റ് നമ്മൾ എന്തായാലും എടുക്കുവാണ്. കാരണം അറിയാലോ ജസ്റ്റിനൊക്കെ ഉടുക്കത്തെ ക്ഷാമമാണ്. അതുകൊണ്ട് ജസ്റ്റ് എടുക്കുക. വുഡ് വേണം ജസ്റ്റൊക്കെ ആക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ആൻഡ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാ, ഈ ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാ? ഞാൻ വന്നിട്ടുണ്ടോ? ഓ 2 എമറാൾഡ്. ഞാൻ വന്നിട്ടില്ല. ഈ സംഭവം ഇതിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ എമറാൾഡ്. ഈ പെട്ടിയും കൂടെ ഞാൻ കൊണ്ടുപോകുവാണ്. വില്ലേജർക്ക് തന്നെ അതിനെ പെട്ടി അല്ലേ. അയൺ ഗോളം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ വില്ലേജറിൻ്റെ അടുത്ത് പെരുമാറണം. എൻ്റെ ഇവിടെ ഇല്ല. ആൻഡ് ഞാൻ ഈ വില്ലേജ് വന്നായിരുന്നോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി അയൺ ഇരിപ്പുണ്ട്. എൻ്റെ പൊന്ന്, ഇവിടെ എവിടെ നോക്കിയാലും അയണാണല്ലോ. അതൊരു ഇതാണ്. ഗുഡ് ലക്ക് ആണ് നമുക്ക്. ഇത് ഇങ്ങോട്ടേ ഇത് ഓടിപ്പിടിച്ച് പോകുന്നത്.
ഇതൊക്കെ കയറി ഇപ്പം നോക്കിയതല്ലേ നമ്മൾ. അതുകൊണ്ട് ഇത് ഗ്രീൻ കോട്ടിൻ്റെ വീടാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എന്തായാലും ഇപ്പം തലയിടാൻ നിൽക്കുന്നില്ല ഈ വില്ലേജിൻ്റെ അവിടെ. കാരണം നമ്മൾ വേണ്ട, എനിക്ക് വേണ്ടെന്ന് തോന്നുന്നു, തലയിടേണ്ട ആവശ്യമില്ല. ആൻഡ് ഇവിടം വരെ വന്നതല്ലേടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബീട്രൂട്ടും കൂടെ കൊണ്ടുപോയേക്കാന്നുണ്ട്. സ്റ്റിൽ നമുക്ക് നമ്മുടെ പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റഡ്. ഞാൻ പറഞ്ഞില്ലേ പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റഡ് എന്ന്. നമുക്ക് ഇതില്ലേ ബീട്രൂട്ട് ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ചോദിച്ചിട്ട് ബീട്രൂട്ടും കൊണ്ട് പോകാം. ഓക്കെ, ബീട്രൂട്ട് കിട്ടി. മതി മതി മതി, ഇത്രയും മതി. പറയുമ്പോൾ പറയും ഇത്ര മതി, പക്ഷെ നമുക്കേ അറിയത്തുള്ളൂ എത്ര വേണമെന്ന്. ഓക്കെ, എന്തായാലും അപ്പം ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ആ ഒരു ഡയമണ്ട് നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഡയമണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മൈൻ ചെയ്തെടുത്താൽ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഇതും കൂടെ എടുക്കാം. 3 വരി ചെസ്റ്റായി. ബട്ട് സ്റ്റിൽ ഈ ചെസ്റ്റിനകത്തൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഈ ചെസ്റ്റിനകത്ത് എൻ്റെ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ഇരിക്കുന്നുണ്ട്. കണ്ട നിങ്ങൾ. അതാണ്ട് ഇത് ഡീപ്പ് സ്ലൈറ്റ് ആയിരുന്നു. അത് ഞാൻ ഡീപ്പ് സ്ലൈറ്റ് സ്റ്റൈൽസ് ആക്കി. അത് ജസ്റ്റ് ഈ ഒരു ഇതും കൊണ്ട് ഈ ഒരു വർക്ക് ബെഞ്ച് സെറ്റാക്കിയിട്ടാക്കി. ഇതൊക്കെ നമ്മൾ ആ ഒരു മൈനിങ് ഏരിയയിൽ കുഴിച്ച സ്റ്റോൺസിൻ്റെ സംഭവമൊക്കെ തന്നെയാണ്. അതൊക്കെ കളഞ്ഞില്ല. ആൻഡ് സ്റ്റോൺ ഒരു 3-4 സ്റ്റാക്ക് കളഞ്ഞു. ആൻഡ് ഇത് കളഞ്ഞില്ലേ ഡീപ്പ് സ്ലേറ്റ്, അത് ഞാൻ ഡീപ്സ് ഇതാക്കി ടൈൽസ് കാണാൻ നല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും അതാക്കി. ഞാൻ എന്തായാലും ഒരു അയണിൻ്റെ പിക്കാക്സ് ഇതാണ്ട് നമ്മുടെ ചെസ്റ്റിൽ 55 അയൺ ഇങ്കട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഈ സംഭവം, അതായത് ഈ ഒരു വില്ലേജർ ബീഡർ ആക്കിയതും ആ ഒരു ടൈൽസും കൊണ്ടാണ്, ഡീപ്പ് സ്ലേറ്റ് ടൈൽസ്. എന്തെങ്കിലും ബിൽഡ് ആക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെ ആക്കുന്നുള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ ടെക്സ്ചർ ഇഷ്ടപ്പെട്ട് നല്ലുണ്ട്. അതാണ്ട് ഇവിടെ ഒരു 2 പേരുണ്ട്. ഞാനോടത്ത് ഷീൽഡ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോഴും സീനില്ല 2 സോംബി അല്ലേ, നമ്മൾക്ക് ഇപ്പം തന്നെ സെറ്റാക്കാം അറിയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും എവിടം വരെ വന്നതല്ലേ, സാരിയില്ല, അവിടെ നിന്ന് തന്നെ മൈൻഡ് ചെയ്യും. കടവുളി കാത്തോണി 2 ഉണ്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ബ്രോ ലെറ്റ്സ് ഗോ. ഇനി എന്തേലും ഉണ്ടോടെ അണ്ണാ, എന്തേലും തിമ്മി ഗൈസ്. ഇനിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എത്ര എണ്ണ ഇത് ഗൈസ്? 3 ഡയമണ്ട്. ഒരു ഇതിന് തന്നെ 3 ഡയമണ്ട്. എൻ്റെ പൊന്നെ, ഇത് നമ്മൾ കല്ലക്കും. ദൈവമേ, ഇവിടെ ഒരു 2 എണ്ണം കാണണം, ഇവിടെ ഒരു 2 എണ്ണം കാണണില്ലായിരിക്കും ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് റെഡ് സ്റ്റോണും കൂടെ ഒന്ന് മൈൻ ചെയ്ത് പുഴുവാക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, റെഡ് സ്റ്റോണും നമുക്ക് കുറേ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പം റെഡ് സ്റ്റോണിൻ്റെ ആവശ്യം കുറേ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ആവുന്നത്രയും റെഡ് സ്റ്റോണ് കളക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ദാണ്ട് ഇവിടെ ഇനിയുണ്ട് ഗൈസ് ഡയമണ്ട്. ഇത് ഭയങ്കര ലക്ക് ഗൈസ്, ഭയങ്കര ലക്ക് ഈ വേൾഡ് എനിക്ക്. അത് ഗൈസ് സാധാരണ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഗൈസ്, സാധാരണ ഞാൻ എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ പൊന്ന് സീൻ ഇനിയില്ല ഗൈസ്. സാധാരണ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ആദ്യം വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയണ് തപ്പാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കുത്തിരുന്ന് ഗ്രൈൻഡ് ചെയ്താൽ ഒരു സ്റ്റാക്ക് അയണെങ്കിൽ എനിക്ക് ഒപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. ഈ വേൾഡ് വന്നിട്ട് നിങ്ങൾ കണ്ടേ, വെറും പോകുന്നു അയൺ പൊട്ടിക്കുന്നു വരുന്നു, ഇത്രയേ ഉള്ളൂ. അയണൊക്കെ ചറപറ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എനിക്ക് അയണിനൊക്കെ ചറപറ കിട്ടിക്കൊണ്ടിരുന്നു. അതിനകത്തും ലക്ക്. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ ഉടുക്കത്തെ ലക്ക് ഡയമണ്ടിനകത്ത്. എന്തായാലും നമുക്ക് ഇവിടം കൂടെ ഒന്ന് കുഴിച്ചേക്കാം. ഇവിടെ കുഴിക്കണം, നമുക്കൊരു റൂമാക്കാം കേസ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് ഒരു കുഞ്ഞ റൂം ആക്കിയേക്കാം. നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒന്ന് കുഞ്ഞ റൂമാക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്ന്, ഇത് എന്തോന്നടാ ഇത്? ലക്ക് സീൻ എന്തോന്നടാ ഇതൊക്കെ? ഒരു റൂമാക്കാൻ പോയത് അവിടെയും കിട്ടീസ്. ഞാൻ പറഞ്ഞില്ല ഈ വേൾഡ് ഉടുക്കത്തെ ലക്കടെ എനിക്ക്, ഉടുക്കത്തെ ലക്ക്. പിന്നെ ലക്ക് പറഞ്ഞു പിന്നെ ഉടുക്കത്തെ ലക്ക് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഈ ഗൈസ്, ഇത് കണ്ട നിങ്ങൾ ഇവിടെ ചുറ്റിലും കണ്ട, ഇനി 4 എണ്ണം ഉണ്ടാവും ചുറ്റി. അമ്മേ, 2 ഡയമണ്ട് ഇവിടുന്ന് ദാണ്ട് ഇവിടെ ഒരു റെഡ് സ്റ്റോണും. നമുക്ക് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ഇച്ചിരിയും കൂടെ കുറഞ്ഞിരിക്കുവാണ്. റെഡ് സ്റ്റോൺ ഗൈസ് എനിക്കൊന്നും പറയാനില്ല.
എനിക്കൊന്നും പറയാനില്ല. ഉടുക്കത്തെ ലക്കെന്ന് പറഞ്ഞാൽ മച്ചാമാരെ, ഈ ഉടുക്കത്തെ ലക്ക് എനിക്ക് വേറെ ലെവൽ ലക്ക്. എന്തരടാ ഇമാതിരി ഡയമണ്ട് തരുന്നേ. റെഡ് സ്റ്റോണിൻ്റെ ആവശ്യം നമുക്ക് കുറേ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു സ്റ്റാക്ക് ആയില്ല, ഇപ്പം ആകും. ഈ 4 കൂടെ പൊട്ടിക്കുമ്പം നമുക്ക് വേണ്ടിയ ഒരു സ്റ്റാക്ക് ഇപ്പം തന്നെ ആയി ഗൈസ്. ഒരു സ്റ്റാക്കും 9 റെഡ് സ്റ്റോണും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് 14 ഡയമണ്ട്. 4 ഡയമണ്ട് മൈൻ ചെയ്യാൻ വന്ന നമ്മൾ 14 ഡയമണ്ടാണ് മൈൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഉടുക്കത്തെ ലക്ക്. ലക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലക്ക്. അങ്ങനെ ഞാനിവിടെ ഒരു റൂമും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ എന്തിട്, ഇതാ നമ്മൾ ആ ഡയമണ്ട് മൈൻ ചെയ്ത സംഭവം. അത് സാരില്ല. ഓക്കെ, ഫൈനലി ഇവിടെ നമ്മൾ ഒരു റൂം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, 3 ബ്ലോക്ക് ആയിട്ട് ചാടാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ മതി. ആൻഡ് ഇവിടുന്ന് ഇനി നമുക്ക് ഏതൊക്കെ ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം തന്നെ മൈൻഡ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഒരെണ്ണം പോകണം. ആൻഡ് ഇത് ബൈഗേസ് ആദ്യം തൊട്ടെങ്ങി നോക്കാം. ഇവിടെ ഒരു ബ്ലോക്ക്. ആൻഡ് ഇവിടുന്ന് ഇതൊരെണ്ണം വിട്ടിട്ട് ഇവിടുന്ന് ഒരു ബ്ലോക്ക്. ആൻഡ് ഇത് വിട്ടിട്ട് ഇവിടുന്ന് ഒരു ബ്ലോക്ക്. ഇതും വിട്ടിട്ട് ഇവിടുന്ന് ഒരു ബ്ലോക്ക്. ഇതും വിട്ടിട്ട് ഇവിടുന്ന് ഒരു ബ്ലോക്ക്. അങ്ങനെ തന്നെ എല്ലാം. ദൂണ്ട്രി ഗൈസ്, എൻ്റെ പൊന്നെ, ഇത് ലക്കെന്ന് പറഞ്ഞാലേ, അയ്യോ അമ്മേ, ഇത് എന്തോന്നടാ ഇതൊക്കെ. അതിന് അമ്മ ഇവിടുന്ന് തന്നെ 4-5 6 എന്തോന്നടാ 20 ഡയമണ്ട് മച്ചാനെ, 20 ഡയമണ്ടാ. രാത്രിയായോ? അയ്യോ സീൻ 20 ഡയമണ്ട് എന്നൊക്കെ എൻ്റെ പൊന്നെ. ഇതൊക്കെ ചില വേൾഡൊക്കെ ഭാഗ്യം എന്ന് വെച്ചാൽ അത് ഉടുക്കത്തെ ഭാഗ്യമായിരിക്കും. ഓക്കെ, ഡയറക്ഷൻസ് ഒക്കെ ഞാൻ മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ മൈൻഡ് ചെയ്ത ബ്ലോക്സ് ഒക്കെയാണ് നമ്മുടെ ഡയറക്ഷൻസ്. ഇനി ഇവിടുന്നായിരിക്കും നമ്മൾ മൈൻഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. എൻ്റെ പൊന്നെ ഗൈസ്, പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി ഇതാണ് ഗൈസ്. ഇപ്പോഴും നമ്മൾ വേട്ടയ്ക്കൊക്കെ പോയിട്ട് കിട്ടുന്ന ഫുഡൊക്കെയാണ് നമ്മളിപ്പോൾ തിന്നുന്നത്. 20 ഡയമണ്ട് ഗൈസ് നമുക്ക് സീൻ ഗൈസ്. 20 ഡയമണ്ട് എന്നൊക്കെ പറയുമ്പം ഒരു 30-35 കൂടെ ഇനി ഒരു 10-15 കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു ഡയമണ്ടിൻ്റെ ആർമറേന്ന് സെറ്റാക്കിയിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം നമുക്ക് ട്രേഡേഴ്സ് തരുമല്ലോ ഡയമണ്ടിൻ്റെ ആർമറൊക്കെ. പിന്നെ എന്നാത്തിനാണ് നമുക്ക് ഡയമണ്ടിൻ്റെ ആവശ്യം? അതും കൂടെ ഒരു കാര്യമുണ്ട്. ആൻഡ് താണ്ട് ഇപ്പം നമ്മൾ ആ ഒരു റൂം മൈൻ ചെയ്ത ആ ഒരു സ്റ്റോണും ഇതാക്കിയിട്ട് നമുക്കിപ്പോൾ താണ്ടെ പെട്ടി നിറഞ്ഞല്ലോ കേസ്. അടിയിലത്തെ പെട്ടി ബ്ലോക്കും കൊണ്ട് നിറഞ്ഞു. നടുക്കത്തെ പെട്ടിയിൽ കണ്ടസ് ഇപ്പം തൽക്കാലത്തേക്കും. എന്താണ്ട് നമ്മളല്ലാണ്ട്, അതായത് ഇപ്പം നമ്മൾ മൈൻ ചെയ്തത് ഒരു ഇച്ചിരം കൂടെ എടുത്തിട്ട് ഇപ്പം ഒരു താൽക്കാലികമായിട്ട് ഇപ്പം ഇത്രയും മൈൻ ചെയ്തെടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത്ര എടുത്തില്ല. ഓക്കെ, ഇപ്പം മൈൻ ചെയ്തെടുത്തുകൊണ്ട് വന്നത് ഒരു സ്റ്റാക്കും 16 എത്രയാണെന്ന് മനസ്സിലായില്ല. സോ എന്തായാലും ഒരു സ്റ്റാക്ക് ഒരിച്ചിരി റെഡ് സ്റ്റോൺ ഡസ്റ്റ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അതും അല്ലാണ്ട് നേരത്തെ തന്നെ നമ്മൾ അറിയാണ്ട് മൈൻ ചെയ്തിട്ട് 2 സ്റ്റാക്ക് 2.25 സ്റ്റാക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ റെഡ് സ്റ്റോൺ. ഇതും കൂടെ കൂട്ടുമ്പോൾ ഇനി 4.25 സ്റ്റാക്ക് എന്തോ ഉണ്ട് 1 2 3 4 സോറി 4 സ്റ്റാക്ക് ഉണ്ട് 4 സ്റ്റാക്ക് റെഡ് സ്റ്റോൺ. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ഒരു ഇച്ചിരി കുറയും. എന്നാലും 4 സ്റ്റാക്കല്ല, നിങ്ങൾ അടുത്ത എപ്പിസോഡ് വന്ന് നോക്ക്. ഞാൻ ആവുന്നത്രയും റെഡ് സ്റ്റോണും കാര്യങ്ങൾ തന്നെ മൈൻ ചെയ്തുകൊണ്ട് വരും. ഇതോടെ ആ ഒരു ഷീൽഡും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാണ്ട് ഇടിക്കണ കണ്ട നമ്മുടെ ഷീൽഡ്. ഈ ഷീൽഡും കൂടെ വെക്കുമ്പം നമ്മൾ ഫുൾ സെറ്റപ്പായി. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ 2ാമത്തെ എപ്പിസോഡിൽ അത്യാവശ്യം പ്രോഗ്രസ്സും കാര്യങ്ങളും ഇതിന് നടത്തി എന്നാണ് വിചാരം എൻ്റെ. കാരണം വില്ലേജർ ബ്രീഡർ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമല്ലാണ്ട് 20 ഡയമണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് മൈനിങ് ഏരിയയും കൂടെ നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് സെറ്റാക്കി. അപ്പം 2ാമത്തെ എപ്പിസോഡിൽ വേണ്ടത്രയും ഗ്രൈൻഡ് പണിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ ഒരു ഇച്ചിരി കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്നും തലവിസില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു വീഡിയോ
ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈ ഒരു ഗെയിം റെഡ് സ്റ്റോൺ ഡസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിൻ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താലേ. അപ്പം അടുത്തൊരു കിട്ടുകാഴ്ച വീഡിയോ ഇട്ട് വരുന്നവരെയും എല്ലാ മറ്റവർക്കും സീ യു സൂൺ ഗൈസ്, ബൈ.